എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂനിയർ തമന്നയുടെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തമന്ന ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തമന്നയെ കുറിച്ചിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെ പറയണം എന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. പക്ഷേ എന്ന് കരുതി എപ്പോഴും അങ്ങനെ ജൂനിയർ തമന്നയെ കുറിച്ചിട്ട് എപ്പോഴും നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നല്ല അഭിപ്രായം തന്നെ പറയും. പക്ഷേ നമുക്കതൊരു മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ തമന്ന വന്നിരിക്കുകയാണ്, നമ്മുടെ പാവപ്പെട്ടവരുടെ സ്വന്തം തമന്ന. തമന്ന വന്നിരിക്കുന്നത് ഒരു വീഡിയോയുമായിട്ടാണ്. തമന്ന റീൽസിന്റെ ആളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തമന്ന സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞിട്ട് പോലും അവര് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം തിളങ്ങിയതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ റീൽസുകൾ തന്നെയാണ്. ആദ്യത്തെ റീൽസ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു റീൽസിലൂടെയാണ് ഈ പറയുന്ന തമന്ന മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയത്. പിന്നീട് തമന്നയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലമേ വന്നിട്ടില്ല. പുള്ളിക്കാരത്തി വച്ചടി കയറ്റങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ പ്രതീക്ഷയുമായിട്ടുള്ള ആൽബങ്ങൾ, റീൽസുകൾ ഒക്കെ ക്ലിക്കായി. അത് തന്നെ പുള്ളിക്കാരത്തിയുടെ ജീവിതം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തമന്നയെ ബിഗ് ബോസിലേക്ക്, നമ്മുടെ ലാലേട്ടൻ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന മലയാളം ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുകയും അവിടെ വന്ന് കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ തമന്ന സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കയറി ചെല്ലുകയും ചെയ്തതൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബിഗ് ബോസിനുള്ളിൽ 35 ദിവസമോ മറ്റോ മാത്രമേ നമ്മുടെ ജൂനിയർ തമന്നയ്ക്ക്, നമ്മുടെ സ്വന്തം പാവപ്പെട്ടവരുടെ തമന്നയ്ക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ തമന്നയുടെ ഹൃദയത്തിലേക്ക് നീറ്റനായി സ്വന്തം മകന്റെ മുഖം, മകന്റെ എന്ന് പറയുന്നത് തെറ്റാണെന്നറിയാം, മക്കളുടെ മുഖം കയറി വന്നു. പിന്നീട് തമന്ന വളരെയധികം അസ്വസ്ഥതയായിട്ട് നമ്മൾ കാണപ്പെട്ടു. ആ ഒരു സമയത്തൊക്കെ തമന്നയ്ക്ക് ഉണ്ടായിരുന്ന ഏക ആശ്രയം എന്ന് പറയുന്നത് തലയിൽ കിടന്ന പേങ്ങൾ മാത്രമായിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ പേൻ പറക്കി ആനന്ദം കണ്ടെത്തിയിരുന്നു. പിന്നീട് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമന്നയ്ക്ക് മകനെ കുറിച്ചിട്ടുള്ള ആദിയായിരുന്നു ഹൃദയത്തിൽ അത്രയും. എപ്പോഴും ക്യാമറകളുടെ മുന്നിൽ പോയിട്ട് എന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വിടണം, എനിക്ക് കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതവണ അത് ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ ബിഗ് ബോസ് മുതലാളി അതിനൊന്നും സാധിച്ചു കൊടുത്തില്ല. പിന്നീട് നിരന്തരം ലാലേട്ടൻ വരുന്ന സമയത്തും അവര് അതങ്ങനെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവില് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇവിടെ മാറിയിരുന്ന് പേൻ പറക്കി കൊല്ലുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പലരും അവരെ പരിഹസിച്ചിട്ടുണ്ട്. അയ്യേ പേൻ പറക്കി കൊല്ലുന്നു, വൃത്തിയില്ലാത്തവൾ, തല കുളിക്കാത്തവൾ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ടോർച്ചറിങ് അവരെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എല്ലാവരും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ തലയിൽ നിന്നും അവർ പേൻ പറക്കി കൊന്നതിനെ ഇത്രയധികം വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കും. ശരിക്കും അവരെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വിടാത്തതിന്റെ ആ ഒരു കലിപ്പ് അവർക്ക് തീർക്കാൻ സാധിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പേനുകളെയും കൊല്ലുന്ന ആ ഒരു സമയത്ത് അവർ ഹൃദയത്തിൽ കണ്ടെത്തിയ ആ ഒരു ആനന്ദം എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം മകനെ കാണാൻ എന്നെ ഈ ഒരു ബിഗ് ബോസിൽ നിന്നും വിടുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും, അതായത് ബിഗ് ബോസിനുള്ളിൽ ക്യാമറ കൺട്രോൾ ചെയ്യുന്ന ഓരോരുത്തരെയും മനസ്സിൽ കരുതിയിട്ടാണ് തലയിൽ കിടക്കുന്ന ഓരോ പേങ്ങളെയും അവരിങ്ങനെ കൊന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ വന്നപ്പോൾ അവസാനം 35 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടന് ഒരു മനസ്സലിവുണ്ടായി. അദ്ദേഹം വന്നു. ഇവരുടെ പേനുകൾ കൊല്ലുന്നതിന്റെ ആ ഒരു ദൃശ്യമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം തകർന്നു പോയി. ഒടുവിൽ ലാലേട്ടൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഇനി പേനുകൾ കൊല്ലുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തു പോയിട്ട് മതി എന്നുള്ള ആ ഒരു വലിയ തീരുമാനം അദ്ദേഹം എടുത്തു. അങ്ങനെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി അവരുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. പിന്നീട് നമ്മുടെ ഈ തമന്നയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം പോലും സംഭവിച്ചിട്ടില്ല. അതായത് വച്ചടി കയറ്റമായിരുന്നു. ബിഗ് ബോസിനുള്ളിൽ നിന്നും മത്സരിച്ച് വിൻ ചെയ്ത അനുമോളേക്കാളേറെ ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഈ പറയുന്ന തമന്ന തന്നെയായിരുന്നു. പിന്നീട് നിരന്തരമുള്ള വിദേശ യാത്രകൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇത്രയധികം വിദേശ യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബഹ്റൈനിലും ദുബായുമാണ് ഇവർ കൂടുതലായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു രാജ്യത്തുള്ളവരൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവരെ വിളിച്ചില്ല. അങ്ങനെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ ഇവർക്ക് ബഹ്റൈനിലുള്ള ഒരു ബാറിന്റെ അംബാസിഡർ ആവാൻ കഴിഞ്ഞു എന്നതാണ് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം.
പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് വന്ന അവർ ഒരു സത്യം വെളിപ്പെടുത്തി. അതായത് പുറത്തുള്ള ഇവർക്കെതിരെ കമന്റ് ഇടുന്ന, ഇവർക്കെതിരെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്കൊന്നും എയർപോർട്ട് കാണാനുള്ള ഭാഗ്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എയർപോർട്ട് ഇന്ന് വരെ എന്താണെന്നറിയാത്ത കമന്റോളികളാണ് വന്നിരുന്ന് കമന്റ് ഇടുന്നത്. അവരോട് ഈ പറയുന്ന തമന്നയ്ക്ക് പുച്ഛം മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പിന്നീട് ഇപ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമന്നയുടെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചു. പണ്ട് ഓന്ത്, പല്ലി, നീർക്കോലി അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ജനങ്ങൾ അവരെ ആരാധനയോടുകൂടി സ്നേഹത്തോടുകൂടി അവരെ തമന്ന എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. അതിനു പിന്നിൽ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ വീഡിയോയിൽ തന്നെ വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ടായിരുന്നു. ആ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ തമന്നയുടെ സൗന്ദര്യം തനിക്ക് അധികം കിട്ടിയിട്ടില്ല എങ്കിലും തമന്നയുടെയും എന്റെയും വയറ് ഒരുപോലെയാണ്. ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹത്തോടു കൂടി തമന്ന എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതിന്റെ പിന്നിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് തമന്നയെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ തമന്ന തമന്ന എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെയധികം സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഞാൻ നിന്നെ തമന്ന എന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയും തമന്നയല്ല, ഇവള് തവളയാണ് എന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് തുല്യമായിട്ടുള്ള ആ ഒരു കിളിന്ത് തമന്ന ചെയ്തത് എന്താണെന്ന് വെച്ചാല് വളരെയധികം തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ അവരൊരുപാട് മാറാനായിട്ട് ശ്രമിച്ചു. മാറ്റം നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനമാണല്ലോ. അങ്ങനെ മാറി മാറി വന്നപ്പോൾ തമന്നയ്ക്ക് ഒരു മോഹം. എല്ലാവരും അടിപൊളിയായിട്ട് ആയിട്ട് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മാത്രം എന്നും ഇങ്ങനെ ഒരു നാടൻ ലുക്കിൽ നടന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ തമന്നയും ആഗ്രഹിച്ചു ഒരു മാറ്റം. ആ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ പല യൂട്യൂബേഴ്സിനും കുരു പൊട്ടാൻ തുടങ്ങി. പല യൂട്യൂബേഴ്സും അവരെ കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും തുടങ്ങി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തമന്ന ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇടാനായിട്ട്, അതായത് അവർക്കെതിരെ മോശം വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ചാനൽ വന്ന് ബാഡ് കമന്റ് ഇടുന്ന ആളുകളെ അടിച്ചൊതുക്കാനായിട്ട്, അതായത് കമന്റ് ഇടാനായിട്ട് കുറച്ച് ആളുകളെ ഏർപ്പാടാക്കി. പിന്നീട് സംഭവിച്ചത് എല്ലാം വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ആര് വീഡിയോ ചെയ്താലും അതിന്റെ താഴെ പോയിട്ട് പച്ചത്തെറി വിളിച്ച് കമന്റ് ഇടുക, വാടി പോടി പോടാ വാടി തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുക എന്നതാണ് ഇത്തരത്തിലുള്ള അലവലാദികളുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ സാധിച്ചത് ഓരോ കമന്റിനും സാലറി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ചക്കക്കുരു ആയിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ധാരാളം ചക്കക്കുരുകളാണ് കൊടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു വർഷം ഇങ്ങനെ കമന്റ് ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് ചക്കക്കുരുകൾ പ്രതിഫലമായിട്ട് കിട്ടും. തമിഴ്നാട്ടിലേക്ക് ഈ ചക്കക്കുരുകളെല്ലാം കൊടുത്തു കഴിയുകയാണെങ്കിൽ നല്ലൊരു തുക ഇവർക്ക് കിട്ടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ ഇവർക്ക് ഒരു കമന്റിന് 20 പൈസ വെച്ച് കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു എന്നും അറിയാൻ സാധിച്ചിരിക്കുകയാണ്. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഇടതടവില്ലാത്ത ആക്രമങ്ങളിൽ മനംനൊന്ത് കഴിയുകയായിരുന്ന നമ്മുടെ ജൂനിയർ തമന്നയ്ക്ക് ആരെയും കൂസാനാവാത്ത ഒരു ധൈര്യം പെട്ടെന്ന് കിട്ടുകയാണ്. പിന്നീട് തമന്നയുടെ ഓരോ ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തമന്ന എങ്ങോട്ട് പോകുമ്പോഴും അവരുടെ പോക്കുവരവുകൾ എല്ലാം ക്യാമറയിൽ പകർത്താനായിട്ട് കുറച്ചധികം വാഴകളെ കൂടി അവർ നിയമിക്കുകയാണ്. വാഴകൾക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, തമന്ന പൈസ കൊടുത്തില്ലെങ്കിലും അവന്മാർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം കണ്ടന്റ് ആണല്ലോ കിട്ടുന്നത്. തമന്നയുടെ വായിൽ നിന്നും എന്ത് വീണ് കഴിഞ്ഞാലും അവർക്ക് അതൊരു കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ അതാണ് തമന്നയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നീട് ബഹ്റൈനിലും അതുപോലെ തന്നെ ദുബായിലും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെയൊക്കെ ഇവർക്ക് ആവശ്യത്തിലധികം ഇപ്പോൾ കേരളത്തിലുള്ളതിനേക്കാൾ ഡബിൾ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരവിടെ പോയിട്ട് വരുമ്പോൾ ശാന്തിവിള ദിനേശന്റെ, അതായത് നമ്മുടെ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഉണക്ക ബാഗും കൊണ്ട് പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു ബാഗ് നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. കാരണം അവരെ വെറും കൈയോടുകൂടി മടക്കി അയക്കാൻ ബഹ്റൈനിലുള്ള ആരാധകർ തയ്യാറാവുന്നില്ല. അതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തമന്നയുടെ ഒരു വൈറലായിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആരാധക വൃന്ദങ്ങൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ തമന്നയ്ക്ക് ഒരു മാല കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാല എന്ന് പറയുമ്പോൾ കാണുന്നവർക്കൊന്നും അസൂയ തോന്നത്തക്ക രീതിയിലുള്ളൊരു മാലയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മാല എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മാലയാണ്. ചെറിയ മാലയാണെങ്കിലും കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു മാലയാണ് എന്നാണ് ജനസംസാരം. അങ്ങനെ നമ്മുടെ തമന്ന എന്ത് ചെയ്തെന്നോ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ അവരുടെ സ്വന്തം ക്യാഷ് കൊടുത്ത് മേടിച്ച കാറിൽ, അതും റെഡി പൈസ കൊടുത്ത് മേടിച്ച കാറിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ തമന്നയ്ക്ക് ഒരു വീഡിയോ ഇടാനായിട്ടുള്ള
ത്വര ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്വാഭാവികമാണ് അല്ലേ, നമ്മളൊക്കെ ആണെങ്കിലും പുതിയ ഓർണമെന്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ ചാനലൊക്കെ ഉണ്ടെങ്കിൽ 10 പേരെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനെതിരെ പല ആളുകളും അനാവശ്യമായിട്ടുള്ള ഗോസിപ്പ് വീഡിയോകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലല്ലോ, മറ്റുള്ളവരുടെ പരദൂഷണം വിറ്റ് കാശാക്കുന്ന കുറേ എണ്ണം, ഞാൻ ഉൾപ്പെടില്ല, ബാക്കിയുള്ളവരുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തമന്ന വന്നിട്ട് അവരുടെ മാല ഇങ്ങനെ കാണിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ഇങ്ങനെ മാറ്റിയിട്ടാണ് മാല കാണിക്കുന്നത്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ വീഡിയോ എല്ലാം ഞാൻ സൈഡിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു സ്ത്രീയെ, പ്രത്യേകിച്ചും ഈ ഒരു തമന്ന വിധവയാണ്, ഒരു വിധവയെ ഇത്രയധികം അപമാനിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമല്ലാതെ വേറെ എവിടെയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും തമന്നയുടെ ആരാധക വൃന്ദങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം ദേഷ്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമന്നയെ കുറിച്ചിട്ട് നമ്മൾ നല്ല വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ മൂട്ടിലും വരും കമന്റ് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ തമന്നയുടെ മാല കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ മനോഹരമായിട്ടുള്ള മാലയാണ്. ഇത്രയും നല്ലൊരു മാല ഞാൻ കണ്ടിട്ടില്ല. ഒറിജിനൽ തമന്നയുടെ കഴുത്തിൽ പോലും ഇത്രയും മനോഹരമായിട്ട് ഒരു മാല കിടക്കുന്നതായിട്ട് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു മാല തമന്നയുടെ കഴുത്തിൽ കിടന്നപ്പോൾ ആ ഒരു മാലയ്ക്കാണ് അഴക് കൂടിയത് എന്നാണ് തോന്നുന്നത്. അതായത് കഴുത്തിൽ അണിയുന്നതിന് മുമ്പായിട്ട് ആ മാലയ്ക്ക് വലിയ ഗ്ലാമർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തമന്നയുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഒരു മുടിഞ്ഞ ഗ്ലാമർ തന്നെ. അത് ആ ഒരു തമന്നയുടെ ശരീരത്തിന്റെ ഗ്ലാമറാണ് ആ ഒരു മാലയിലൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാലയെ കുറിച്ചിട്ട് പലരും വാ തോരാതെ അവരവരുടെ ചാനലിൽ കുത്തിയിരുന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഒരു വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, തമന്നയ്ക്ക് ഈ ഒരു മാല വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. വളരെ ചെറിയ മാലയാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ നല്ല പകിട്ടുണ്ട്. കുഞ്ഞു മാലയാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ടു കഴിഞ്ഞാലും വലിയ പകിട്ട് തോന്നുന്നുണ്ട് മാല കണ്ടു കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് നമ്മൾ പല ഓർണമെന്റ്സുകളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ആ ഒരു ഓർണമെന്റ്സ് 5 പവനെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 7 പവനെങ്കിലും ഉണ്ടാവും എന്ന്. നോക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ അത് പരത്തി അടിച്ച് വലുതാക്കി വച്ചിരിക്കുന്നതാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി തൂക്കി നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. പക്ഷേ തമന്നയുടെ, അതായത് നമ്മുടെ പാവപ്പെട്ടവരുടെ തമന്നയുടെ മാല എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെന്നുള്ള കാര്യം പണ്ട് കാലം മുതൽക്കേ നമ്മൾ കാണുന്നതാണ്, അവരുടെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട്. എന്ത് തന്നെയാണെങ്കിലും തമന്നയുടെ മാല നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? എന്തായാലും എനിക്കിഷ്ടമായി. ഇത്രയധികം മനോഹരമായിട്ടുള്ള മാല ഞാൻ വേറെ ആരുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടിട്ടില്ല. ഒറിജിനൽ തമന്നയുടെ കഴുത്തിൽ കിടക്കുന്നത് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു മാല ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എന്തായാലും മറ്റു യൂട്യൂബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, തമന്നയുടെ കഴുത്തിലെ മാല കുറച്ച് ചെറുതായി പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്ന് കരുതരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവര് ആ ഒരു മാല വലുതാക്കിക്കോളും. അതിന് നിങ്ങൾ ആരും ഒരു തരത്തിലും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ അനുസരിച്ച് ഇത്രയെങ്കിലും ഉള്ള ഒരു മാല മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്യാഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെ ചൂഷണം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ തമ്പനിയിലൊക്കെ ഇട്ട് വീഡിയോ ഇടാതിരിക്കുക. അപ്പോൾ എന്തായാലും തമന്ന കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നമ്മളെയൊന്നും തമന്നയ്ക്ക് അറിയില്ലല്ലോ. പക്ഷെ തമന്ന കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട്, തമന്ന അടിപൊളിയായിട്ടുണ്ട് മോളെ, നല്ല സൂപ്പർ മാല തന്നെയാണ്. പക്ഷെ വളരെ ചെറുതായി പോയിന്നേ ഉള്ളൂ. ചെറുതാണെങ്കിലും നല്ല പകിട്ടുണ്ട് കേട്ടോ. അകത്ത് ചെറുതാണെങ്കിലും ചെറിയ മാലയാണെങ്കിലും പുറമേ കാണുമ്പോൾ നല്ല പകിട്ടുണ്ട്. സ്വർണം കുറവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നല്ല പകിട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. തമന്നയുടെ ആരാധകരുടെ തേറി പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ആരും തമന്നയെ കുറിച്ചിട്ട് ബാഡ് പറയാനോ ബാഡ് കമന്റ് ഇടാനോ നിൽക്കരുത്. കാരണം തമന്നയുടെ വെടികളാണെങ്കിൽ വന്നിട്ട് നിങ്ങളെ തെറി വിളിക്കും. സോറി, തമന്നയ്ക്ക് വേണ്ടിയിട്ട് വെടി വഴിപാട് നടത്തുന്ന ഒരുപാട് ആരാധകരുണ്ട്. അതായത് നമ്മുടെ പാവപ്പെട്ടവന്റെ തമന്നയ്ക്ക് വേണ്ടിയിട്ട് വെടി വഴിപാട് നടത്തുന്ന ഒരുപാട് വെടികളുണ്ട്. അവരുടെ തെറി കേൾക്കാൻ, അങ്ങനെയല്ല, സോറി, തമന്നയുടെ ആരാധകരായിട്ടുള്ള ഒരുപാട് വെടി
സോറി, തമന്നയുടെ ആരാധകരായിട്ടുള്ള ഒരുപാട് ചേച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അവർ തമന്നയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം വെടിപരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് തമന്നയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മാലയും ഇത്രയധികം സൗന്ദര്യവും കിട്ടിയത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാണ്ട് പണമൊന്നും കൊടുത്ത് അല്ലെങ്കിൽ പണമൊന്നും ചിലവാക്കി തലമുടിയും ഫിറ്റ് ചെയ്ത് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് പുരികവും അടിപൊളിയാക്കി കൺപീലുകളൊക്കെ വച്ച് പിടിപ്പിച്ച് സ്കിൻ വൈറ്റിനുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് അതുപോലെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചിരിക്ക് ഭംഗി ഉണ്ടാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലായിട്ട് ചെയ്ത് ബ്രസ്റ്റിൻ്റെ കുറവ് പരിഹരിക്കാൻ പാഡ് ബ്രൈറ്റ് അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്ത സൗന്ദര്യമല്ല, കാരണവന്മാരായിട്ട് കിട്ടിയ ഒരു സൗന്ദര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.